ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 1 ദ ബേസിക് സയൻസിൻ്റെ ചെയിൻ ഓഫ് ലൈഫ് എന്ന പാഠഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. പോകാം വീഡിയോയിലേക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ആടിൻ്റെ മെയിനായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെ വേണം? ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്, പുല്ലുകൾ, ഇലകൾ, ധാന്യങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്? സസ്യഭാഗങ്ങൾ കഴിക്കുന്ന ക്രീച്ചേഴ്സിൻ്റെ പേരുകൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ, കൗ, ഗോട്ട്, എലഫൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്? സ്മോൾ ഫിഷസ് കഴിക്കുന്ന ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഫ്രോഗ്, ടോട്ടോയ്സ്, ക്രെയിൻ, ക്രാബ്, ക്രോ, ലാർജ് ഫിഷ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് മോർ ഓർഗാനിസംസ്. നമ്മളോട് ഒരു ഫുഡ് വെബ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാസ്, ഡിയർ, ലയൺ അല്ലേ? ഗ്രാസ് ആര് തിന്നും? ഡിയർ കഴിക്കും. ഡിയറിനെ ആര് കഴിക്കും? ലയൺ കഴിക്കും അല്ലേ? അതൊരു ഫുഡ് വെബ് അല്ലേ? പിന്നെ അടുത്തത് ഗ്രാസ്, റാബിറ്റ്, ടൈഗർ. ഗ്രാസ്, ഗോട്ട്, ടൈഗർ. ഗ്രാസ്, ഡിയർ, ടൈഗർ. ഗ്രാസ്, റാബിറ്റ്, ഹ്യൂമൻ. ഗ്രാസ്, ഗോട്ട്, ഹ്യൂമൻ. ഗ്രാസ്, വേം, ഫോൾ, ഹ്യൂമൻ. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫോൾ, സ്നേക്ക്, ഈഗിൾ. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, കാലോട്സ്, സ്നേക്ക്, ഈഗിൾ. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫുഡ് വെബ്? എന്താണ് ഫുഡ് വെബ്? ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്ലാങ്ക്ടൺ? വാട്ട് ആർ പ്ലാങ്ക്ടൺ? Plankton are small plants that flow freely in water bodies. They are the producers in the habitat system of the ocean. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, look at the information in the table below and draw a food web that includes these organisms. അപ്പം നമുക്ക് ഓർഗാനിസത്തിൻ്റെ പേരും ഫുഡിൻ്റെ പേരും നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് രണ്ടും വെച്ച് നമ്മളോട് ഒരു ഫുഡ് വെബ് 2-3 ഫുഡ് വെബ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓർഗാനിസംസിൻ്റെ താഴെ ഷാർക്ക്, സാർഡിൻ, സീ ടർട്ടിൽ, സ്മോൾ ഫിഷസ്. ഫുഡിൻ്റെ അവിടെ സ്ക്വിഡ്, ഫിഷസ്, സീ ടർട്ടിൽ, സ്മോൾ ഫിഷസ്, പ്ലാങ്ക്ടൺ, പ്ലാന്റ് പാർട്സ്, ഫിഷസ്. നമുക്ക് ഇത് രണ്ടും വെച്ച് ഫുഡ് വെബ് ഉണ്ടാക്കാം. പ്ലാങ്ക്ടൺ, സ്മോൾ ഫിഷസ് അല്ലേ? പ്ലാങ്ക്ടൺ കഴിക്കുന്ന ആരാ? സ്മോൾ ഫിഷസ്. സ്മോൾ ഫിഷസിനെ കഴിക്കുന്നത് സാർഡിൻ അല്ലേ? മത്തി. അടുത്തൊരു ഫുഡ് വെബ്, അതൊരു ഫുഡ് വെബ് ആയല്ലോ. ഇനി അടുത്ത ഫുഡ് വെബ്, പ്ലാങ്ക്ടൺ, സാർഡിൻ, സാർഡിനെ കഴിക്കുന്നത് ഷാർക്ക്. ഓക്കെ. ഇനി പ്ലാങ്ക്ടൺ, സ്മോൾ ഫിഷസ് അല്ലേ? പ്ലാങ്ക്ടനെ കഴിക്കുന്ന സ്മോൾ ഫിഷസ്, സ്മോൾ ഫിഷസിനെ കഴിക്കുന്ന സ്ക്വിഡ്, സ്ക്വിഡിനെ കഴിക്കുന്ന ഷാർക്ക്. ഇനി വേറെ നോൺ ഉണ്ടാക്കുകയാണെങ്കിൽ പ്ലാങ്ക്ടൺ, പ്ലാങ്ക്ടനെ കഴിക്കുന്നത് ഫിഷസ്, ഫിഷസിനെ കഴിക്കുന്ന സീ ടർട്ടിൽ, സീ ടർട്ടിലെ കഴിക്കുന്ന ഷാർക്ക്. ഓക്കെ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? ഒരു ഫിഷിനെ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കമ്പോണൻസ് വേണം? ആൻസർ, സൺലൈറ്റ്, അക്വാട്ടിക് പ്ലാന്റ്സ്, വാട്ടർ, ഓക്സിജൻ, മൈക്രോ ഓർഗാനിസംസ്, വേംസ്, ഫേവറബിൾ ടെമ്പറേച്ചർ. അപ്പോൾ എന്തൊക്കെ വേണം? സൺലൈറ്റ് വേണം, അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ജലസസ്യങ്ങൾ വേണം, വാട്ടർ വേണം, ഓക്സിജൻ വേണം, മൈക്രോ ഓർഗാനിസംസ് ചെറിയ സൂക്ഷ്മജീവികൾ വേണം, വേംസ് വിരകൾ വേണം, ഫേവറബിൾ ടെമ്പറേച്ചർ അനുകൂലമായ ടെമ്പറേച്ചർ വേണം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, കാറ്റഗറൈസ് ദ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സിനെ കുറിച്ച് ഏതൊക്കെയാണ്, അതായത് കാറ്റഗറൈസ് ചെയ്യാൻ. ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മിസ് ലിവിങ് തിങ്സിൻ്റെ പേര് പറയാം. ഫിഷ്, ക്രാബ്, ഡക്ക്, ക്രെയിന്, ഫ്രോഗ്, സ്നേക്ക്, ടോട്ടോയ്സ്, ഗ്രാസ് ഹോപ്പർ. നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്? സാൻഡ്, സ്റ്റോണ്, വാട്ടർ, എയർ. ഇത് നമുക്ക് മിക്സ് ചെയ്ത് ചോദിക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും എഴുതാൻ പറയും. അതായത് ഫിഷും സാൻഡും സ്റ്റോണും ഡക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ചോദിച്ചിട്ട് അതിനകത്തുനിന്ന് നിങ്ങളോട് നോൺ ലിവിങ് തിങ്സ് ഏതാ, ലിവിങ് തിങ്സ് ഏതാന്ന് എഴുതാൻ പറയും. അപ്പം നിങ്ങൾ എഴുതാനാണ്. അതുകൊണ്ട് മിസ് നേരിട്ട് തന്നിരിക്കുവാണ് ഈ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്, നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹാബിറ്റാറ്റ്? ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ്സ് ആർ കോൾഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്. പലതരത്തിലുള്ള ഹാബിറ്റാറ്റുകൾ ഏതൊക്കെ? പാഡി ഫീൽഡ്, പോണ്ട്, സേക്രഡ് ഗ്രൂവ്സ്, സ്ട്രീംസ്, റിവേഴ്സ്, ലേക്സ്, പോളാർ റീജിയൻ, ഡിസേർട്ട്, മാൻഗ്രൂവ്, ഗ്രാസ് ലാൻഡ്സ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റുകൾ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ടൈഗേഴ്സ് ഡിസപ്പിയർ ഫ്രം ദ ഹാബിറ്റാറ്റ്. നമ്മൾ ഒരു ഹാബിറ്റാറ്റിൽ നിന്നും ടൈഗേഴ്സ് നശിച്ചു പോവുകയാണെങ്കിൽ, കടുവകൾ നശിച്ചു പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ടൈഗേഴ്സ് ആർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഫുഡ് ചെയിൻ. ടൈഗേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ചെയിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരാണ് അല്ലേ. ദ ഡിസപ്പിയറൻസ് ഓഫ് ടൈഗർ ക്യാൻ ലീഡ് ടു ദ ഓവർ പോപ്പുലേഷൻ ഓഫ് ആനിമൽസ് സച്ച് ആസ് ഡിയർ, ഫോക്സ് എക്സെട്ര. എന്ത് കടുവകൾ നശിച്ചു പോവുകയാണെങ്കിൽ എന്ത് ഓവർ പോപ്പുലേഷൻ ഓഫ് ആനിമൽസ് അല്ലേ, ഡിയറിൻ്റെയും ഫോക്സിൻ്റെയൊക്കെ ഒരുപാട് എണ്ണം കൂടും. ആ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സംഭവിക്കുമ്പോൾ നമ്മളെ പുല്ലുകളൊക്കെ ഒരുപാട് തിന്നു തീർക്കും, മറ്റുള്ള ജീവികൾക്ക് ഭക്ഷണം ഇല്ലാണ്ട് വരും അല്ലേ. അങ്ങനെ വനനശീകരണം സംഭവിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഫുഡ് ചെയിൻ? എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്സ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിന് എക്സാമ്പിളാണ് ഗ്രാസ് ഹോപ്പർ, ഹെന്നെ കഴിക്കുന്ന ഫോക്സിനെ കഴിക്കുന്ന വൾച്ചർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് മോർ സീക്വൻസസ്. കൂടുതൽ ഫുഡ് ചെയിനുകൾ കണ്ടെത്താൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മിസ് 2-3 എഴുതിയിട്ടുണ്ട്. ഗ്രാസിനെ കഴിക്കുന്ന സ്ക്വിറൽ കഴിക്കുന്നത് സ്നേക്ക് കഴിക്കുന്നത് വൾച്ചർ. സ്ക്വിറൽ, ക്യാറ്റ്, വൾച്ചർ. സ്ക്വിറൽ, ഫോക്സ്, വൾച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഹാബിറ്റാറ്റ് ഇഫ് ആൻ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് റീച്ചസ് ഇൻ ടു എ ലോക്കൽ പോണ്ട്. അതായത് ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് നമ്മുടെ ലോക്കൽ പോണ്ടിലേക്ക്, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുളത്തിലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ദ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് ഈസ് എ ഫിഷ് ഫൗണ്ട് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ക്ലി. If they reach the water bodies of our country, it feeds on native fish in the water bodies. The organisms that feed on the African catfish are not found in our water bodies. This will be harmful to the habitat. അപ്പോൾ ഈ ആഫ്രിക്കൻ ക്യാറ്റ്ഫിഷ് നമ്മുടെ വാട്ടർ പോണ്ടിലേക്ക് വന്നാൽ നമ്മുടെ നേറ്റീവ് ഫിഷിനെയൊക്കെ കഴിച്ച് വംശനാശം വരുത്തുന്നു അല്ലേ. അതുമാത്രമല്ല ഈ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷിനെ കഴിക്കാനുള്ള ഫിഷുകളൊന്നും നമ്മുടെ പോണ്ടുകളിൽ ഇല്ലാത്തതിനാൽ ഹാബിറ്റാറ്റിനെ അത് വളരെയധികം ദോഷകരമായി ബാധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ആർ ദ മെയിൻ കമ്പോണൻറ്റ്സ് ദാറ്റ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്. പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ്, വാട്ടർ, ക്ലോറോഫിൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? Plants make food using carbon dioxide and water. For this, they use the energy from sunlight. So this process is called photosynthesis. അല്ലേ, പ്ലാന്റ്സിന് ഫുഡ് മേക്ക് ചെയ്യുന്നതിന് എന്തൊക്കെ വേണം? കാർബൺ ഡയോക്സൈഡും വെള്ളവും വേണം. ഫോർ ദിസ്, ഇതിനു വേണ്ടി അവർ എന്താണ് ഉപയോഗിക്കുന്നത്? എനർജി ആയിട്ട് സൺലൈറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ഓക്കെ. അതിൻ്റെ കൂടെ 2 സെൻറ്റൻസും കൂടെ ഉണ്ട്. ക്ലോറോഫിൽ ഈസ് എ പിഗ്മെൻറ്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്സ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. അപ്പം ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ് ഇവിടെ ലീവ്സിലുള്ളത് അല്ലേ, അത് ഫുഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ ക്ലോറോഫില്ലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. വാട്ടർ, സൺലൈറ്റ്, കാർബൺ ഡയോക്സൈഡ്, അതിൻ്റെ ഒപ്പം തന്നെ ക്ലോറോഫില്ലും വേണം. ഓക്കെ. അപ്പം ഈ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് എന്താണ് വെളിയിലേക്ക് വിടുന്നത്? ഓക്സിജൻ അല്ലേ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ക്ലോറോഫിൽ? എന്താണ് ക്ലോറോഫിൽ? ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ്. ഇലകളിൽ കാണുന്ന പച്ച നിറത്തിലുള്ള വർണ്ണവസ്തുവിനെ പറയുന്ന പേരാണ് ക്ലോറോഫിൽ. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ പിഗ്മെൻറ്റ്സ്? എന്താണ് പിഗ്മെൻറ്റ്സുകൾ? പിഗ്മെൻറ്റ്സ് ഗീവ് കളർ ടു ലീവ്സ്, സ്റ്റെംസ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ലീവ്സിന് കളർ കൊടുക്കുന്ന, ലീവ്സിനും സ്റ്റെമ്മിനും ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനൊക്കെ കളർ കൊടുക്കുന്ന വർണ്ണവസ്തുക്കളെ പറയുന്ന പേരാണ് പിഗ്മെൻറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ പിഗ്മെൻറ്റ്സ് ദാറ്റ് കോസ് അതർ കളേഴ്സ്? മറ്റുള്ള കളറുകളൊക്കെ ഉണ്ടാകുന്ന പിഗ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ് കളറിന് കാരണമായ പിഗ്മെൻ്റാണ് ആന്തോസയാനിൻ. ഓറഞ്ചിന് കാരണമായ പിഗ്മെൻ്റാണ് കരോട്ടിൻ.
യെല്ലോയ്ക്ക് സാന്തോഫിൽ, ഗ്രീൻ കളറിന് കാരണമായ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസംസ് ഫോർ റെസ്പിറേഷൻ? നമ്മൾ റെസ്പിറേഷന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ അല്ലേ. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഓക്സിജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാ? കാർബൺ ഡയോക്സൈഡ്. ഓക്കെ. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മാഗ്നിഫൈ തിങ്സ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ വയ്യാത്ത വസ്തുക്കളെ കാണുന്നതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? മൈക്രോസ്കോപ്പ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സ്റ്റൊമാറ്റ? എന്താണ് സ്റ്റൊമാറ്റ? ദ മൈക്രോസ്കോപ്പിക് പോഴ്സ് ഇൻ ദ ലീവ്സ് ആർ നോൺ ആസ് സ്റ്റൊമാറ്റ. ലീവ്സിൽ കാണപ്പെടുന്ന ചെറിയ പോഴ്സുകളെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. ചെറിയ സുഷിരങ്ങളാണ് കേട്ടോ. ത്രൂ ദീസ് പോഴ്സ് അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ പ്ലാന്റ്. ഈ പോഴ്സിൽ കൂടിയാണ് അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് എയർ അല്ലേ, അന്തരീക്ഷവായു ഉള്ളിലേക്ക് കയറുന്നത്, ഓക്സിജൻ ഉള്ളിലേക്ക് കയറുന്നത്. ഓക്സിജൻ പ്രൊഡ്യൂസർ ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ഓൾസോ റിലീസ്ഡ് ത്രൂ ദീസ് പോഴ്സ്. ഫോട്ടോസിന്തസിസിന്റെ ഭാഗമുണ്ടായിരുന്ന ഓക്സിജനെ റിലീസ് ചെയ്യുന്നതും ഈ പോഴ്സിൽ കൂടെയാണ് അല്ലേ, ഈ സ്റ്റൊമാറ്റയിൽ കൂടെ ആണ്. ഓക്കെ, അടുത്തത്. വാട്ട് ആർ എപ്പിഫൈറ്റ്സ്? എന്താണ് എപ്പിഫൈറ്റ്സ്? ദ പ്ലാന്റ്സ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ് ഓൺലി ഫോർ ഹാബിറ്റാറ്റ്. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്സ്. അതായത് ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികളെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റ്സ്. എക്സാമ്പിൾ ഓർക്കിഡ്സ്. അടുത്ത. ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ്സ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ റൂട്ട്സ് ഓഫ് എപ്പിഫൈറ്റ്സ്? ഇത് നമ്മുടെ അതായത് എപ്പിഫൈറ്റ്സ് ഹോസ്റ്റ് പ്ലാന്റിന്റെ ഗ്രോത്തിന് ഹാർംഫുൾ ആകുന്നുണ്ടോ അല്ലെ, ദോഷമാകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദി പെക്യുലാരിറ്റീസ് ഓഫ് ദ റൂട്ട്സ് ഓഫ് എപ്പിഫൈറ്റ്സ്? എപ്പിഫൈറ്റ്സിന്റെ റൂട്ടുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം പറയട്ടെ. നോ, ഒരിക്കലും ഇത് ഹോസ്റ്റ് പ്ലാന്റിന് ഹാനികരമാകുന്നില്ല. കാരണം ഹാബിറ്റാറ്റ് മാത്രമേ ആക്കുന്നുള്ളൂ അല്ലേ. ദ സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ എപ്പിഫൈറ്റ്സ് ടു ഗ്രോ ബൈ ക്ലിങ്ങിങ് ഓൺ ടു ദ ട്രീ. അതായത് ഇതിനകത്തുള്ള സ്മോൾ റൂട്ട്സ് എന്ന് പറയുന്നത് അവ താമസിക്കുന്ന പ്ലാന്റിനെ പറ്റിപ്പിടിച്ച് വളരുന്നതിന് സഹായിക്കുന്നു. ദ തിക്ക് റൂട്ട്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. തിക്ക് റൂട്ട്സ്, അവയിൽ കാണുന്ന തിക്ക് റൂട്ട്സ്, കട്ടിയുള്ള റൂട്ട്സ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ നിന്നും മോയ്സ്ചർ, ഈർപ്പത്തെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ സെമി പാരസൈറ്റ്സ്? എന്താണ് സെമി പാരസൈറ്റ്സ്? പ്ലാന്റ്സ് മേക്ക് their own food by absorbing water and minerals from the host plants are called semi parasites. പ്ലാന്റ്സ് മേക്ക് their own food. അത് സെമി പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ ഫുഡ് തന്നെ ഉണ്ടാക്കും. എന്താ? വാട്ടറും മിനറൽസ്, ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നുള്ള വാട്ടറും മിനറൽസും എടുത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് സെമി പാരസൈറ്റ്സ്. എക്സാമ്പിൾ ലോറാന്തസ്. അടുത്ത. വാട്ട് ആർ ടോട്ടൽ പാരസൈറ്റ്സ്? എന്താണ് ടോട്ടൽ പാരസൈറ്റ്സ്? പ്ലാന്റ്സ് വിച്ച് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്സ്. ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ എന്തുവാ? ന്യൂട്രിയൻസ്. ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഇത് ജീവിക്കുന്ന ഏത് സസ്യത്തിലാണോ ജീവിക്കുന്നത് ആ സസ്യത്തിന് ന്യൂട്രിയൻസ് മുഴുവൻ ഇത് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെയുള്ള സസ്യങ്ങളെ പറയുന്ന പേരാണ് ടോട്ടൽ പാരസൈറ്റ്സ്. എക്സാമ്പിൾ കസ്ക്യൂട്ട. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്ലാന്റ്സ് വിത്ത് റെഡ് കളേർഡ് ലീവ്സ് കനോട്ട് പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽവ്സ്. ഡു യു എഗ്രി? അപ്പോൾ റെഡ് കളർ ലീവ്സ് ഉള്ള സസ്യങ്ങൾ ഫുഡ് പാകം ചെയ്യുന്നില്ല. നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ് കളർ ലീവ്സ് ഉള്ള സസ്യങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല, ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടോ? ഇല്ല. റെഡ് കളറുള്ള ലീവ്സും ഫുഡ് പാകം ചെയ്യുന്നുണ്ടല്ലേ? നോ. അപ്പോൾ ഐ ഡോണ്ട് എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നില്ല. ദ റെഡ് കളേർഡ് ലീവ്സ് കണ്ടെയ്ൻ ക്ലോറോഫിൽ. റെഡ് കളേർഡ് ലീവ്സിൽ എന്തുണ്ട്? ക്ലോറോഫിലുണ്ട്. പ്ലാന്റ്സ് വിത്ത് റെഡ് കളേർഡ് ലീവ്സ് ക്യാൻ പ്രിപ്പയർ their own food through photosynthesis due to the പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് ഫോട്ടോസിന്തസിസ് വഴി സസ്യങ്ങളും റെഡ് കളറുള്ള ലീവ്സ് ഉള്ള സസ്യങ്ങളും എന്ത് ചെയ്യുന്നു? ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ഫുഡ് വെബ് ഇഫ് ദ നമ്പർ ഓഫ് ഫ്രോഗ് ഡിക്രീസസ്? താഴെ തന്നിരിക്കുന്ന ഫുഡ് വെബിൽ ഫ്രോഗുകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 3 ഫുഡ് വെബ് തന്നിട്ടുണ്ട്. പ്ലാന്റ്സ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. പ്ലാന്റ്സ് മോസ്കിറ്റോ, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ. പ്ലാന്റ്സ് കോക്രോച്ച്, ഹൗസ് ലിസാർഡ്.
അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്രോഗിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്താൽ ഇഫ് ദ നമ്പർ ഓഫ് ഫ്രോഗ്സ് ഡിക്രീസ് ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മോസ്കിറ്റോസ് ആൻഡ് ഗ്രാസ് ഹോപ്പേഴ്സ് വിച്ച് വുഡ് ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് ടു ദ എക്കോസിസ്റ്റം. അതായത് ഇഫ് ദ നമ്പർ ഓഫ് ഫ്രോഗ് ഡിക്രീസ് ദർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മോസ്കിറ്റോസ്. അപ്പം ഫ്രോഗുകളുടെ എണ്ണം ഡിക്രീസ് ചെയ്താൽ മോസ്കിറ്റോസുകളുടെ എണ്ണം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? ആ ഗ്രാസ് ഹോപ്പേഴ്സിൻ്റെ എണ്ണോ അതും ഇൻക്രീസ് ചെയ്യും. വിച്ച് വുഡ് ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് ടു എക്കോസിസ്റ്റത്തിനെ വളരെയധികം ദോഷകരമായി ബാധിക്കും. എക്കോസിസ്റ്റത്തിനെ വളരെയധികം ദോഷകരമായി ബാധിക്കും. അപ്പം ഫ്രോഗിൻ്റെ എണ്ണം കുറഞ്ഞാൽ മോസ്കിറ്റോസിൻ്റെയും ഗ്രാസ് ഹോപ്പേഴ്സിൻ്റെ എണ്ണം കൂടുകയും അത് ആവാസ വ്യവസ്ഥയെ ദോഷമായി ബാധിക്കുകയും ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം മക്കൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഓണപരീക്ഷയ്ക്ക് ചോദിക്കും, നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബേസിക് സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ പഠിക്കാവേ. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.